സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നിങ്ങൾ തമ്പനയിലിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഡു അപ്പ് എന്ന് കണ്ടു. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച അർത്ഥമല്ല ഇതിന് വന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക, ഒരു പ്രവൃത്തി ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഡു എന്ന് പറയാം. പക്ഷേ ഡു അപ്പ് എന്ന് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം സിബ് ഇടുക അല്ലെങ്കിൽ ബട്ടൺസ് ഇടുക എന്നുള്ള അർത്ഥമാണുള്ളത്. നമ്മൾ സാധാരണ ഇപ്പോഴ് ഈ സിബ് ബട്ടൺ നമ്മുടെ ബനിയൻ്റെ ഒക്കെ ടീഷർട്ടിൻ്റെ ഒക്കെ സിബ് ഇങ്ങനെ വലിച്ച് മുകളിലേക്ക് ഇടുന്നു അല്ലേ, ഡു അപ്പ് എന്നാണ് അതിന് പറയുന്നത്. അല്ലെങ്കിൽ ബട്ടൺസ് ഇടുന്നതിനും നമുക്ക് എന്ത് പറയാം, ഡു അപ്പ് എന്ന് പറയാവുന്നതാണ്. ഉദാഹരണമായിട്ട് പറയുന്നു, ഐ കൻ നോട്ട് ഡു അപ്പ് ദ ഷർട്ട് എന്ന് പറയുന്നതാണ്, എനിക്ക് എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒന്നെങ്കിൽ എനിക്ക് വയറ് കൂടി കാണും, അല്ലെങ്കിൽ ചെറിയ ഷർട്ടായിരിക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. അതല്ലെങ്കിൽ സിബ് ഇടാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അർത്ഥവുമുണ്ട്. ഇനി ശ്രദ്ധിക്കുക, അപ്പോൾ നമ്മളിത് കണ്ട് പരിചയമില്ലാത്ത ഒരു വാക്കാണിത്. എന്താണ് ഇത്? രണ്ടെണ്ണം ഒന്നിച്ച് വന്നപ്പോഴല്ലേ, ഡു എന്ന് പറഞ്ഞൊരു അപ്പ് എന്ന് വന്നു, രണ്ടും കൂടെ ഒന്നിച്ച് വന്നപ്പോൾ മറ്റൊരർത്ഥം വന്നു. പക്ഷെ നമ്മളിതുവരെ അതിലൂടെ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഫ്രേസൽ വെർബ് എന്ന്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം എന്താണ് ഈ ഫ്രേസൽ വെർബ് എന്നുള്ളത്. ഈ ഫ്രേസൽ വെർബിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആ രണ്ട് പാർട്ട് കാണും. അതിന് ആദ്യത്തെ പാർട്ട് ഒരു വെർബായിരിക്കും, അതിന് നമുക്ക് ബേസ് വെർബ് എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ പാർട്ട് അത് ഓണ്, ഇന്ന്, ഓഫ്, വിത്ത് അങ്ങനെ എന്തൊക്കെയല്ലോ ആയിരിക്കും. അപ്പോഴതിന് സാധാരണ പാർട്ടിക്കിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ കേട്ട് ആകെ കൺഫ്യൂഷനായി, ഇതെന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ നമ്മളിതെല്ലാം മറന്നേക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ശശി എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് റെക്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അരുൺ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങ് ഓർത്താൽ മതി. അപ്പോഴെന്തോ ഒന്ന്, അതായത് ഇത് രണ്ടും ഒന്നിച്ച് വന്നു കഴിഞ്ഞപ്പോഴും അതിൻ്റെ അർത്ഥം മാറിപ്പോയി. അപ്പോഴങ്ങനെ അർത്ഥം മാറിയെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കുറച്ച് അർത്ഥം പഠിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, ഇത് ചുമ്മാ ഒരു സ്റ്റോറി പോലെ അങ്ങ് പറയുകയാണ്. അതായത് ഒരാൾക്ക് ഷർട്ട് ഇട്ടപ്പോൾ മനസ്സിലായി അവന് വണ്ണം കൂടിയെന്ന്, അതുകൊണ്ട് അവൻ ജിമ്മിൽ ചേർന്നു. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ആഹാര സാധനങ്ങളൊക്കെ കഴിക്കുന്നത് നിർത്തി, അതിനുശേഷം അവൻ്റെ വണ്ണം കുറഞ്ഞു. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ചെറിയൊരു സ്റ്റോറി പോലെ നമുക്ക് ഈ ഫ്രേസൽ വെർബ്സ് കുറേ എണ്ണം പഠിക്കാം. പുട്ട് ഓൺ വെയിറ്റ്. പുട്ട് ഓൺ വെയിറ്റ് എന്ന് പറഞ്ഞാൽ വണ്ണം കൂടുക എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഐ തിങ്ക് യു പുട്ട് ഓൺ വെയിറ്റ്. എനിക്ക് തോന്നുന്നത് നിനക്ക് വണ്ണം കൂടി എന്നാണെന്ന് ഞാൻ പറയണം. അപ്പോഴതാണ് എൻ്റെ അർത്ഥം. അപ്പോഴേ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഡു അപ്പ് എന്നുള്ളത് നമ്മൾ കണ്ടു. ഡു അപ്പ് എന്ന് പറഞ്ഞാൽ സിബ് ഇടുക അല്ലെങ്കിൽ ബട്ടൺസ് ഇടുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് പറയണം, ഐ കാൺഡ് ഡു അപ്പ് മൈ ജാക്കറ്റ്. ഓക്കെ, എനിക്ക് എൻ്റെ ജാക്കറ്റിൻ്റെ സിബ് ഇടാൻ പറ്റുന്നില്ല. ഈസ് ഇറ്റ് എ സ്മോൾ വൺ? ഓക്കെ, അതൊരു ചെറിയതാണോ, ചെറിയ ജാക്കറ്റാണോ നീ എനിക്ക് തന്നത്, അതല്ലെങ്കിൽ ഇതൊരു ചെറിയ ജാക്കറ്റാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ അവനോട് പറയണേ, നോ യു പുട്ട് ഓൺ വെയിറ്റ്. അല്ല, നീ യഥാർത്ഥത്തിൽ നീ വണ്ണം വെച്ചു എന്നാണ് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, സൈൻ അപ്പ് മറ്റൊന്നാണ് സൈൻ അപ്പ്. ഈ സൈൻ അപ്പിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ചേരുക എന്നുള്ള അർത്ഥമാണ് സൈൻ അപ്പിനുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ ഇമെയിലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, നമ്മൾ ആദ്യമായിട്ടൊരു ജിമെയിൽ അക്കൗണ്ട് എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ എന്താ കാണിക്കുന്നത്, സൈൻ ഇൻ എന്നും കാണിക്കാറുണ്ട്. അപ്പോൾ സൈൻ ഇൻ എന്ന് പറഞ്ഞാൽ ഉള്ള അക്കൗണ്ടിലേക്ക് കയറുക എന്നുള്ളതാണ് സൈൻ ഇൻ. ഈ സൈൻ അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നതിനാണ് സൈൻ അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഐ സൈൻഡ് അപ്പ് ഫോർ ആൻ ഇ യോഗ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാനൊരു ഈ യോഗ പ്രോഗ്രാമിന് സൈൻഡ് അപ്പ് ചെയ്തു. അപ്പോൾ ഇത് കഴിഞ്ഞൊരു കാര്യമാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, ആ ബേസ് വെർബ് എന്തായി, അതിൻ്റെ വീറ്റുമായിട്ട് മാറി. മറ്റേതിന് അപ്പിന് വ്യത്യാസമൊന്നും വന്നില്ല അല്ലേ. ശ്രദ്ധിക്കുക, സൈൻ അപ്പ് എന്നുള്ളത് എന്നായി, സൈൻഡ് അപ്പ് എന്നായി. അത്രേ ഉള്ളൂ, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഐ സൈൻഡ് അപ്പ് ഫോർ ആൻ ഇ യോഗ പ്രോഗ്രാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ഇ യോഗ. അപ്പോൾ ഈ എന്നുള്ളത് സാധാരണ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് അല്ലെ ഇലക്ട്രോണിക് ബേസ്ഡ് ആണ്. സാധാരണ ഇത് ഉപയോഗിക്കുന്നത് ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കാനാണ്. ഈ പേയ്മെൻറ്റ് അപ്പോഴെന്താണ്, ഇൻ്റർനെറ്റിൽ കൂടെ പേയ്മെൻറ്റ് ചെയ്തു അല്ലേ. ഇപ്പോഴും നമുക്ക് അത് പല മാധ്യമങ്ങൾ ഉപയോഗിച്ചായിരിക്കാം. ഈ ഇൻ്റർനെറ്റിലെ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ കമ്പ്യൂട്ടർ തന്നെ ഉപയോഗിക്കണമെന്നില്ല, മൊബൈൽ ഉപയോഗിക്കാം. അങ്ങനെ അതെല്ലാം അതായത് ഇൻ്റർനെറ്റ് വഴിയായിട്ടുള്ളതാണ് നമ്മൾ സാധാരണ ഈ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ഞാനിപ്പോൾ ഈ കറൻസി എന്ന് പറഞ്ഞാലോ ഇൻ്റർനെറ്റ് ബേസ്ഡ് കറൻസി അല്ലേ, അത് നമുക്ക് കാണാൻ പറ്റത്തില്ല, സത്യമല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ അപ്പോൾ ഈ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. എന്താണ് ഈ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റർനെറ്റ് വഴിയായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിനൊക്കെയാണ് സാധാരണ ഈ എന്ന് പറയുന്നത്. അപ്പോൾ ഐ സൈൻഡ് അപ്പ് ഫോർ ആൻ ഇ യോഗ പ്രോഗ്രാം. അപ്പോൾ ഇനിയിപ്പോഴെന്താണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ സൈൻ അപ്പിന് വേറൊരു അർത്ഥമുണ്ട്. പ്ലീസ് ക്ലിക്ക് ഹിയർ ടു സൈൻ അപ്പ്. അപ്പോൾ നമ്മൾ സാധാരണ ഇമെയിലിൽ കാണാറുണ്ട് എന്താണ്, പ്ലീസ് ക്ലിക്ക് ഹിയർ ടു സൈൻ അപ്പ്. ഇനി
സൈൻ അപ്പ് ചെയ്തു. അപ്പോഴെന്താണ്, മൈ ഇൻസ്ട്രക്ടർ സെൻറ്റ് മീ some healthy diet recipes, but he also instructed me to cut down the junk foods. അപ്പോഴെന്താണ്, കട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ എൻ്റെ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ പഠിപ്പിക്കുന്ന ആൾക്കാണ് നമ്മൾ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ടർ സെൻറ്റ് മീ, അപ്പോഴെന്ത് ചെയ്തു, എനിക്ക് അയച്ചു തന്നു സം ഹെൽത്തി ഡയറ്റ് റെസിപ്പീസ്. ഓക്കെ, അപ്പോൾ കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണ രീതിയാണ് അല്ലേ. ഭക്ഷണത്തിൻ്റെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പലതരം ഭക്ഷണത്തിന് വേണം നമുക്ക് ഡയറ്റ് പറയാം, അതല്ലെങ്കിൽ നമുക്ക് ഡയറ്റ് ചെയ്യാന്ന് പറയാം അല്ലേ. അതായത് നമ്മൾ ഭക്ഷണത്തിൻ്റെ ക്രമീകരണത്തിന് നമുക്ക് പറയാവുന്നതാണ്. റെസിപ്പി എന്ന് പറഞ്ഞാൽ സാധാരണ ഇത് ഉണ്ടാക്കാനുള്ള കൂട്ട് അല്ലേ. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കുക, നിങ്ങളോട് ചോദിക്കുക ഇപ്പോൾ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എനിക്ക് എന്ന് പറഞ്ഞു, ഓക്കെ ആദ്യമായിട്ട് നീ പോയി ചിക്കൻ വാങ്ങിക്കുക അല്ലേ, അതിനുശേഷം മസാല ആഡ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഗ്രാമ്പൂ കറുവാപ്പട്ട ഇതൊക്കെ അരയ്ക്കുക, കുരുമുളക് അരയ്ക്കുക എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ ഇതൊരു റെസിപ്പിയാണ്. ആ പറഞ്ഞു തരുന്നത് എന്തിനാണ് പറഞ്ഞത്, റെസിപ്പി. ഓക്കെ, എന്ത് ചെയ്തു, കുറച്ച് റെസിപ്പീസ് അയച്ചു തന്നു. ബട്ട് ഹി ഓൾസോ, അത് കൂടാതെ തന്നെ ഇൻസ്ട്രക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസ്ട്രക്ടർ പഠിപ്പിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇൻസ്ട്രക്റ്റഡ് മീ ടു കട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറയ്ക്കുക ദ ജങ്ക് ഫുഡ്സ്. അപ്പോഴെന്താണ് ഈ ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ, ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പോഷക അംശങ്ങൾ കുറവുള്ള ഭക്ഷണത്തിനാണ് എന്ത് പറയുന്നത്, ജങ്ക് ഫുഡ് എന്ന് പറയുന്നത്. സാധാരണ നമുക്ക് ഈ വറുത്തതും പൊരിച്ചതും ഒക്കെ നമ്മൾ ഈ കഴിക്കുന്ന സാധനങ്ങൾക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ജങ്ക് ഫുഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പൊട്ടാറ്റോ ചിപ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് വലിയ പോഷകങ്ങളൊന്നുമില്ല, നമുക്ക് കഴിക്കാൻ രസമുണ്ട്, അതല്ലാതെ ഇതിന് പോഷകം ഒക്കെ കുറവാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പിസ്സയെ പറ്റി പറയുന്നു, അല്ലെങ്കിൽ വിവിധതരം ബർഗറുകളെ പറ്റി, സാൻഡ്വിച്ച്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കഴിക്കാൻ എളുപ്പം, പക്ഷേ അതിനകത്ത് പോഷകം വളരെ കുറവാണ്. പക്ഷേ എല്ലാത്തിനും അല്ല കേട്ടോ, എല്ലാ സാൻഡ്വിച്ചിൻ്റെയും കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോഴെന്ത് പറഞ്ഞു, ഇങ്ങനത്തെ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കണം എന്ന് ആര് പറഞ്ഞു, ഇൻസ്ട്രക്ടർ പറഞ്ഞു. അപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കാം. അപ്പോൾ കട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ് എൻ്റെ അർത്ഥം, കട്ട് ഔട്ട്. ഫൈനലി, അപ്പോൾ അവസാനം, ഐ ഡിസൈഡഡ് ടു കട്ട് ഔട്ട് ജങ്ക് ഫുഡ്സ്, സ്വീറ്റ്സ് ആൻഡ് ഫിസി ഡ്രിങ്ക്സ്. ഓക്കെ, ശ്രദ്ധിക്കുക, അവസാനം ഞാൻ എന്ത് തീരുമാനിച്ചു, ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്തൊക്കെയാണ്, ദ ജങ്ക് ഫുഡ്സ് നമ്മൾ പറഞ്ഞു, പോഷകം കുറവുള്ള ആഹാരങ്ങൾ. സ്വീറ്റ്സ് അല്ലേ, സ്വീറ്റ്സ് നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്നവരാണെങ്കിൽ അറിയാം, നിങ്ങൾ ഒരിക്കലും സ്വീറ്റ്സ് കഴിക്കരുതെന്ന് അല്ലേ, നമ്മുടെ വണ്ണം കൂടും അല്ലേ. ആൻഡ് ഫിസി ഡ്രിങ്ക്സ്, എന്താണ് ഈ ഫിസി ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞത്, അതായത് ഈ സോഡ പോലെ നമുക്ക് പതഞ്ഞു പൊങ്ങി വരുന്ന ഈ ഇതുണ്ടല്ലോ, ഈ സോഡ ഒഴിച്ച് എല്ലാത്തിനും നമുക്ക് എന്ത് പറയാം, ഫിസി ഡ്രിങ്ക്സ് എന്ന് പറയാം. ഓക്കെ, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ കൊക്കോകോള, തംസപ്പ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ്, ഇത് അതിനകത്തൊക്കെ സോഡ ഉണ്ടല്ലേ, നമ്മൾ പതഞ്ഞു പൊങ്ങി വരുമല്ലോ. അപ്പോൾ അതൊക്കെ എന്താണ്, അതിനൊക്കെ നമുക്ക് എന്ത് പറയാം, ഫിസി ഡ്രിങ്ക്സ് എന്ന് പറയും. അപ്പോൾ അതും എന്താണ്, ഈ സോഡ സാധാരണ എന്ത് ചെയ്യും, നമ്മുടെ വണ്ണം കൂട്ടും അല്ലേ. അതൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കും, ജിമ്മിൽ പോകുന്നവർക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതിന് പകരമായിട്ട്, ഈ കട്ടൗട്ടിന് പകരമായിട്ട് ഗീവ് അപ്പ് എന്ന് വേണമെങ്കിലും പറയാം, അതിനും ഉപേക്ഷിക്കുക എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ കട്ടിൻ്റെ 3 V1 V2 V3യും കട്ടാണ്, ശ്രദ്ധിക്കുക, കട്ടഡ് എന്നല്ല, കട്ട് തന്നെയാണ് 3. പക്ഷേ ഗീവ് അപ്പ് എന്നുള്ളതിൻ്റെ V1 V2 V3 എന്താണ്, ഗീവ് അപ്പ്, ഗേവ് അപ്പ്, ഗിവൺ അപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, മറ്റൊരെണ്ണം കൂടെ കൂടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി മറ്റൊന്നാണ് വർക്കൗട്ട് അല്ലേ. വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, വ്യായാമം. ഓക്കെ, ശരീരം ഉപയോഗിച്ചുള്ള വ്യായാമത്തിനാണ് വർക്കൗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഐ വർക്കൗട്ട് എവ്രി ഡേ ആൻഡ് ഐ ഓൾവേസ് ഫീൽ ഫ്രഷ് ആൻഡ് എനർജറ്റിക് അറ്റ് മൈ ഓഫീസ്. ഓക്കെ, ഞാൻ എപ്പോഴും വർക്കൗട്ട് ചെയ്യും, അപ്പോൾ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്നാണ്, ഞാൻ എപ്പോഴും എങ്ങനെയാണ് ഫീൽ, നല്ല ഫ്രഷ് ആയിട്ട്, നല്ല എനർജറ്റിക് ആയിട്ടാണ് എപ്പോഴും ഞാൻ ഓഫീസിൽ അങ്ങനെയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ശ്രദ്ധിക്കുക, ഫോൾ ഓഫ് എന്ന് പറഞ്ഞാൽ കുറയുക എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, കുറയുക, ഫോൾ ഓഫ്. ഫൈനലി ദ വെയിറ്റ് സ്റ്റാർട്ടഡ് ടു ഫോൾ ഓഫ്. അപ്പോഴെന്ത് സംഭവിച്ചു, അവസാനം എന്ത് സംഭവിച്ചു, അപ്പോഴേ വർക്കൗട്ട് ചെയ്യുന്നു ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അപ്പം നമ്മൾ അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്തു, ഫിസി ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കി അല്ലെ, ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞപ്പോഴെന്ത്, ഫൈനലി ദ വെയിറ്റ് സ്റ്റാർട്ടഡ് ടു ഫോൾ ഓഫ്. അവസാനം എന്തായി, വെയിറ്റ് കുറയാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്, ചില വാക്കുകളാണ്. ഒന്ന് കുസീൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിന് കസിൻ എന്നല്ല പറയുന്നത്, ഇതിന് കുസീൻ എന്നാണ് പറയുന്നത്. കുസീൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതി, ഇപ്പോഴും നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മലയാളി ഭക്ഷണം അല്ലെങ്കിൽ അല്ലേ കേരള ഫുഡ് നമ്മൾ എന്താ പറയാം,
കേരള കുസീൻ എന്ന് പറയാം. അപ്പോൾ നാട്ടുകാർ ഉണ്ടാക്കുന്ന ഭക്ഷണം വേറൊരു രീതിയിലുള്ള ഭക്ഷണം അല്ലേ. അപ്പോഴെന്താണ് അതിന് തമിഴ് കുസീൻ എന്ന് പറയാം. അപ്പോൾ ആ പ്രിപ്പയർ ചെയ്യുന്ന രീതിയൊക്കെയാണ്, അതുപോലെ പിന്നെ എന്തൊക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്, പ്രിപ്പയർ ചെയ്യുന്ന രീതി, ഇതിനെല്ലാം കൂട്ടി എന്താണ് കുസീൻ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മളോട് ഇപ്പോൾ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് നമ്മളോട് ചോദിക്കാം നിങ്ങൾക്ക് ഏത് കുസീനാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഓക്കെ, കേരള കുസീൻ എന്ന് നമുക്ക് പറയാം അല്ലേ, അല്ലെങ്കിൽ തമിഴ് കുസീൻ, നോർത്ത് ഇന്ത്യൻ കുസീൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി മറ്റൊന്നാണ് റെഡ് മീറ്റ്. എന്താണ് ഈ റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ? റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇനി ചുവന്ന ഇറച്ചിയൊന്നല്ല അതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ഈ മട്ടന്, അതുപോലെ തന്നെ നമ്മുടെ ബീഫ്, ഇതിനൊക്കെ കൂടി നമ്മൾ പറയുന്നൊരു പേരാണ് റെഡ് മീറ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് ചുമന്ന നിറത്ത് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം അത് തുടങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നു, കൃത്യമായിട്ട് അറിയത്തില്ല. എന്താണ് ഇതിനൊക്കെയാണ് എന്ത് പറയുന്നത്? റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആട്ടിറച്ചിക്ക് റെഡ് മീറ്റ് എന്ന് പറയാം, പോത്തിറച്ചി റെഡ് മീറ്റ് ആണ്, കാളയുടെ ഇറച്ചി റെഡ് മീറ്റ് ആണ്, പക്ഷേ കോഴിയിറച്ചി റെഡ് മീറ്റ് അല്ല. ഇപ്പോൾ ശ്രദ്ധിക്കുക. ഇനി വെജിറ്റേറിയൻ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്യാഹാരം മാത്രം കഴിക്കുന്ന ആളാണ് വെജിറ്റേറിയൻ, പക്ഷേ അവർ പാലൊക്കെ കുടിക്കും അല്ലേ. ഇനി നോൺ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? മാംസം മീനൊക്കെ കഴിക്കുന്ന ആളാണ്. ഇനിയിപ്പോൾ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ബോത്ത് എന്ന് പറയരുത്. ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുള്ളത് കൊണ്ട് പറയുന്നതാണ്. നമുക്ക് എന്ത് പറയാം? ഐ എം നോൺ വെജിറ്റേറിയൻ എന്ന് പറയാം. അപ്പോൾ നോൺ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വെജിറ്റേറിയൻ ഫുഡും കഴിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി മറ്റൊന്നാണ് വീഗൻ. അപ്പോൾ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ? മിക്കപ്പോഴും ഒരുപാട് ആളുകൾ സംസാരിക്കുന്ന ഒന്നാണ് വീഗൻ. അപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇത് ഭയങ്കര പോപ്പുലറാണ്. എന്താണ് വീഗൻ ഡയറ്റ്? അപ്പോഴെന്താണ് വീഗൻ എന്ന് പറഞ്ഞാൽ? വീഗൻ എന്ന് പറഞ്ഞാൽ അവർ വെജിറ്റേറിയൻസ് തന്നെയാണ്, പക്ഷേ അവർ എന്താണ് മൃഗങ്ങളിൽ നിന്നും എടുക്കുന്ന ഒരു സാധനം അവർ കഴിക്കില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ പാല് പശുവിനെ കറന്നാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഡയറി, അപ്പോൾ ഈ എന്താണ് ഈ പശുവിൽ നിന്ന് വരുന്ന എല്ലാത്തിനും നമുക്ക് കോമൺ ആയിട്ട് പറയാവുന്ന ഒരു വേർഡാണ് ഡയറി. ഉദാഹരണം പറയുകയാണെങ്കിൽ പാല്, തൈര്, നെയ്യ്, ഇതിനൊക്കെ നമുക്ക് എന്ന് പറയാം കോമൺ ആയിട്ട് പറയുന്ന വാക്ക് എന്താണ്? ഡയറി. ഓക്കെ, അപ്പോൾ അവർ ഡയറി ഒഴിവാക്കും. എന്താണ്? വെജിറ്റേറിയൻ കൂടാതെ തന്നെ അവർ സസ്യാഹാരം മാത്രമേ കഴിക്കുള്ളൂ, അതുപോലെ തന്നെ ഡയറിയും ഒഴിവാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് എന്ത് പറയുന്നത്? വീഗൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ IELTS അല്ലെങ്കിൽ ഇംഗ്ലീഷ് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ 1500 വാക്കിൻ്റെ വൊക്കാബുലറി ബുക്ക് കിട്ടാൻ വേണ്ടി താഴെ ഉള്ള ഞാൻ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുള്ള ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, കാരണം ഇതുവരെ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ഉടനെ തന്നെ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ തീർച്ചയായിട്ടും അംഗമാകുക. അപ്പോഴും നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഞാൻ എല്ലാ ദിവസവും തന്നെ ഞാൻ ഇനി തൊട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിലും നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോഴും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.